ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും അതുപോലെ തന്നെ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായയും കൂടി ഉണ്ടായിരുന്നേ. പക്ഷെ എനിക്കാൾക്ക് ഇപ്പോൾ പാൽ ചായ വേണ്ടാന്ന് കേട്ടോ പറയുന്നത്. കാരണം ആൾക്ക് നല്ല കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എന്തായാലും തിളപ്പിച്ചില്ലേക്കാക്ക, ഇന്ന് ഒരു ദിവസത്തേക്ക് കുടിക്കുക, നാളെ തൊട്ട് നമുക്ക് കട്ടൻ ചായ ആക്കാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഐനൂസിനെ നെയ്സറിൽ വിടാനുള്ള പരിപാടിയായിട്ടാണ് നോക്കുന്നത്. നമ്മുടെ ഐനൂസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. ഐനൂസ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കണ്ണെഴുത്താ ലിപ്സ്റ്റിക് ഇട്ടതാ എന്നൊക്കെ പറയാം കേട്ടോ. ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടാട്ടോ അവൾ എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ അവൾക്ക് ലിപ്സ്റ്റിക്കും കണ്ണും ഒക്കെ എഴുതുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കാകെ ഇല്ലാത്ത ടൈമിനായിട്ട് ഇതൊക്കെ എഴുതി കൊടുക്കുന്നത്. എനിക്കാക്ക് തീരെ ഇഷ്ടമല്ല പിള്ളേർ ഈ പ്രായത്തിൽ തന്നെ ലിപ്സ്റ്റിക് ഒന്നും ഇടുന്നത്. അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടതിൻ്റെ ആ ഒരു ദേഷ്യം ഇക്കാക്കയുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഐനൂസിനെ കൊണ്ടുപോയി ആക്കി ഞാൻ നേരെ വീട്ടിൽ വന്നിട്ട് ആദ്യം തന്നെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് കൊട്ടിക്കൊടിഞ്ഞ് വിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സോഫ സെറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞ് അതും കൂടെ ഒന്ന് വിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ റൂമിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഐനൂസിൻ്റെ കുറേ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഞാൻ പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എയറൂസ് വന്നപ്പോൾ നമ്മൾ ആ ബെഡിലാണ്ടൊക്കെ കിടന്നത് 4 പേരും കൂടി. ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ, നമ്മളെങ്ങനെ കിടന്ന് 4 പേരും കൂടി ആ ബെഡിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരുമയുണ്ടെങ്കിൽ ഒലക്കപ്പുറത്തും കിടക്കാന്നല്ലേ അല്ലേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞാൻ അടുക്കളയിൽ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. നമ്മളെ ഫുഡ്, അതായത് നമ്മൾ അരിപ്പൊടി മൈദപ്പൊടി ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു പാട്ടയുണ്ട് കേട്ടോ. ആ പാട്ടയിൽ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പാട്ടയിൽ തന്നെ എല്ലാ സാധനങ്ങളും ഞാൻ വെച്ചിട്ട് ബാക്കിയുള്ള ഒഴിഞ്ഞ പാട്ടകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ആ അറ്റത്തോട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന പാട്ടകളും പിന്നെ അരി വെക്കുന്ന ഡപ്പയും കൂടി ഫ്രണ്ടിൽ വെച്ച് പിന്നെ ഉള്ളിക്കോട്ടയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പാത്രം കഴുകി വെക്കുന്ന ഒരു കുട്ടളുണ്ട്, അവിടെയും കുറച്ച് പാത്രങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ, കഴുകിയതൊക്കെ. അങ്ങനെ അതെല്ലാം കൈയോടെ അങ്ങോട്ട് വെക്കുന്നുണ്ട്. പിന്നെ അവിടേക്ക് ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പൊടി കരടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഡെയിലി അവിടേക്ക് അടിച്ചു വരാറില്ല, ഇതുപോലെ തന്നെ വീക്കിലി ഒരു ദിവസമൊക്കെ ഞാൻ അടിച്ചു വരാറുള്ളൂ. കാരണം ഭയങ്കര പാടാണ്ട് അത് മൊത്തത്തിൽ ഇങ്ങനെ മാറ്റി അടിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിച്ച് അവിടെയൊക്കെ നല്ലോണം വാരി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അപ്പോഴത്തേക്ക് കുറച്ച് പാത്രത്തോട് പരന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചിട്ട് നമ്മുടെ മിക്സിൻ്റെ അവിടെയും അതുപോലെ തന്നെ കോഫി മേക്കറിൻ്റെ അവിടെയൊക്കെ ഇതുപോലെ തന്നെ പൊടിയും കരടൊക്കെ ഉണ്ടായിരുന്നിട്ട് അതെല്ലാം കൈയോടെ അങ്ങോട്ട് തുടക്കാണ്. ഇതൊക്കെ ഞാൻ എന്നും ചെയ്യുന്ന പണിയാണ് കേട്ടോ. അതുകൊണ്ട് വലിയ പൊടിയും കരകളൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും എന്തൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ തട്ടിക്കൊടുന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൈലുണ്ടല്ലോ ആ ടൈലൊക്കെ ഒന്ന് തുളച്ചെടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം കുടിക്കാനുള്ള വെള്ളവും പിന്നെ അതുപോലെ തന്നെ തിളപ്പിക്കാനുള്ള വെള്ളം വെക്കുന്ന സ്ഥലത്തൊക്കെ കുറച്ച് പൊടിങ്ങാറുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റവിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അലക്കിയതുണ്ടായിരുന്നു, അതെല്ലാം പീന് എടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പരിപാടി ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അച്ചിങ്കൊളുത്തി പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര നമ്മൾ കുഞ്ഞുകൂടി ഇഷ്ടപ്പെട്ട ലൈക്ക്